അപ്പായി. അപ്പായി ഈ ഒരു ട്രക്ക് ഞാൻ പല ഫോട്ടോസ് കണ്ടിട്ട്, റിനിമോൻ എന്നുള്ള ട്രക്ക്, ഈ പച്ച ട്രക്ക് പല ആൽബങ്ങളിലും ഉണ്ട്. പപ്പ അതിൻ്റെ മേളിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഈ ട്രക്കിൻ്റെ ഇത് ദിസ് ഇസ് യു ക്യാൻ സേ ദ സെക്കൻഡ് ഫേസ് എന്ന് പറയാം. ആ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ പ്രക്കാട് ജംഗ്ഷൻ എന്ന് പറയും, അതായത് ടൗണിൻ്റെ നടുക്ക് ട്രാക്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആണ് ഓഫീസിൽ റെയിൽവേ കട്ടിങ് നോക്കിയ ആൾക്കാർ വരും. അപ്പം എൻ്റെ കൂടെ ബിസിനസ് അസോസിയേറ്റ് ചെയ്തവരും അവരുടെ ആൾക്കാരൊക്കെ യേശുവിനെ സ്വീകരിക്കണം. അപ്പോൾ എനിക്കൊരാഗ്രഹം, അപ്പോസ്തല പ്രവൃത്തിയിലൊരു വചനമുണ്ട്, നിങ്ങൾ ഈ ദേശത്തെ മുഴുവൻ യേശുവിൻ്റെ നാമം കൊണ്ട് നിറച്ചു. അപ്പോസ്തല 5 ഈ പത്രോസിനോടും യോഹന്നാനോടും അവർ ഒരു കംപ്ലൈൻ്റാണ് പറയുന്നത്. എൻ്റെ ആഗ്രഹം, ഈ പലപ്പോഴും ഈ ഹെവൻലി ഫീസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ ആരംഭം ആർക്കും അറിയത്തില്ല, ഇന്നത്തെയാണ് കാണുന്നത്. അതിപ്പോൾ നമ്മുടെ വലിയ സ്റ്റേജും ലൈറ്റ്സും ഒക്കെയാണ്. ബട്ട് ഇറ്റ് ബിഗാൻ വിത്ത് എ മസ്റ്റേർഡ് സീഡ്. മനസ്സിലായി? ഓൾവേസ് യു ക്യാൻ സീ ഒരു കാര്യം ഓർത്തോണം, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് വൺ പേഴ്സൺ വിത്ത് എ വിഷൻ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഫേസ് വെയർ ഒരു 10-20 പേര് രക്ഷിക്കും, എല്ലാം 30 വയസ്സുകാർ. അപ്പം ഈ വീടാന്തരം പോയി സുവിശേഷം അറിയിക്കുന്നത് ടൈം കൺസ്യൂമിങ്. അപ്പം അനിയുടെ പപ്പയ്ക്ക് ഈ ലോറി അനിയുടെ പപ്പാടെയാണ്. അപ്പം ഞാൻ പറയും, ഓട്ടോ ഇല്ലാത്തപ്പം വൈകുന്നേരം ഇങ്ങനത്തെ റിനുമോൻ എന്നാണ് ഈ മുന്നിൽ ട്രക്കിൻ്റെ പേര്. റിനു എന്ന് പറയുന്നത് അനിയുടെ ബ്രദറിൻ്റെ പേര്. അങ്ങനെ ഈ വണ്ടി ഇങ്ങ് വരും. ഈ വണ്ടിയിലെ ഈ സ്പീക്കറൊക്കെ പിടിപ്പിക്കും. എന്നിട്ട് ഇതിനകത്ത് ശ്രദ്ധിച്ച, ഇത് AVG മോട്ടോഴ്സ്, നമ്മുടെ കോട്ടയത്ത് AVG മോട്ടോഴ്സില്ല, അതിൻ്റെ മുമ്പിൽ നടക്കുന്നതാണ് ഇത്. ഇതിനകത്ത് വാഗ്ദാനത്തെ ഒരു മോനുണ്ട് ഓർഗൻ പ്ലേ ചെയ്യാൻ, അമ്മോനുണ്ട്. അപ്പോൾ അന്ന് ഗിറ്റാറിന് ഈ സ്ട്രാപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ല, വണ്ടി ഫ്രീ കിട്ടും, പെട്രോൾ ഡീസൽ അടിച്ച് കിട്ടും. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കയറ് കൊണ്ടാണ് എൻ്റെ സ്ട്രാപ്പ്. അപ്പോൾ ഇത് നടുക്ക് അവിടെ ഒരു നേരത്തെ AVG മോട്ടോഴ്സിൻ്റെ അവിടെ നേരത്തെ ഒരു പെട്രോൾ പമ്പ് കൂടെ ഉണ്ടായിരുന്നു, അതാ പമ്പ് അന്ന്. എന്നിട്ട് ഇരിക്കുവാൻ തോമസ് കുട്ടി ബ്രദർ എഴുതിയ പാട്ടുകളെ ഫേമസ് ആക്കിയത് ഞാൻ. അപ്പം ഇത് കവലതോറും പട്ടണം തോറും ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്. ഇത് AVG ആണെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ പലയിടത്തെ പല ആൽബത്തിനകത്ത് ഞാൻ കണ്ടു. കോട്ടയം മുഴുവൻ അതിനകത്ത് ഈ കോട്ടയത്ത് കോടയമ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇന്നലെ നമ്മൾ ഐമനം പഞ്ചായത്ത് മീറ്റിങ്ങിന് പോയപ്പം ഞാൻ ക്രോസ് ചെയ്ത മീറ്റിംഗ്, അവിടെ കൊണ്ടുപോയി ലോറി നിർത്തി. ഞാൻ സ്ഥിരം പാടുന്ന പാട്ട് ഇരിക്കുവാൻ ഒരിടമില്ല. അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുന്നത് എൻ്റെ ജീവനിൽ എൻ്റെ സാക്ഷ്യം പറയും. അപ്പോൾ ഈ ആൾക്കാർ ഈ ഇങ്ങനത്തെ ഒരു സംഭവം ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആ കൗതുകം കാരണം, ഇനിക്വിസിറ്റിനെസ് കാരണം എല്ലാവരോടും അങ്ങ് കൂടും, അത് പിന്നെ അങ്ങ് ജനമാവും. അപ്പം ഇതിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മുടെ ഷാജി ബ്രദർ പെയിൻറ്റ് അങ്ങനെയുള്ളവരെല്ലാം കാറയിൽ ഇതിൻ്റെ പുറയിലും മുമ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് നടക്കുമ്പോൾ കൊടയമ്പടി ജംഗ്ഷൻ്റെ ഇത് അവസാനിപ്പിക്കുന്ന എപ്പോഴും ഏതെങ്കിലും ഒരു കോളനിയിലായിരിക്കും. ഇപ്പോൾ കോളനി ഒരു സ്ഥലത്തും തുടങ്ങി ഒരു കോളനി രാത്രിയിൽ അവസാനത്തെ മീറ്റിംഗ് 10 മണി കഴിഞ്ഞ് ഒരു കോളനിയിലായിരിക്കും. അപ്പോൾ കോളനിക്കാർ മുഴുവൻ ഗാനമേള കേൾക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യം പറയും. അപ്പോൾ പാട്ടുകാരൻ ഞാൻ, സാക്ഷ്യം ഞാൻ, ഇവരൊക്കെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടേഴ്സ്. അത് ഞങ്ങൾ കൊടയമ്പടി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തു.
അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് സ്ഥലം അവിടെ കൊണ്ടിട്ടു. ഞാൻ ഈ പാട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ഈ കുറച്ച് യൂണിയൻകാരുണ്ട്. ആ യൂണിയൻകാർ പറഞ്ഞു ഇവിടെ നടക്കും, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, സ്ഥലം വിട്ടോളം പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ഒരു യൂണിയനുണ്ട്. അപ്പോൾ ആ കോടയമ്പടി ഇന്ന് അയ്മനം പോകുന്ന റോഡിൻ്റെ ഇപ്പുറത്തെ വശം ഞാൻ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ശരി, നമുക്ക് പ്രശ്നമില്ല. ഉടനെ അപ്പുറത്തെ ആൾക്കാർ, അപ്പുറത്തെ യൂണിയൻകാർ, ഇവരുടെ എതിർ യൂണിയൻകാർ, അവർ പറഞ്ഞു മോനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഞങ്ങൾക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കോടയമ്പടി ജംഗ്ഷൻ്റെ അടുത്ത ജംഗ്ഷനിൽ പോയി. അപ്പോൾ ഇവരും കേൾക്കുന്നുണ്ട്, അവരും കേൾക്കുന്നുണ്ട്. പിന്നെ അവിടെ തുടങ്ങുന്ന പാട്ടിതാ, ഇരിക്കുവാൻ ഒരിടവും. അപ്പോൾ ഈ പാട്ട് അവർ കേട്ടിട്ടുമില്ല, പിന്നെ തുള്ളാൻ പറ്റിയ പാട്ടാണ്. അപ്പം അങ്ങനെ ഈ പാട്ട് പാടി. ഇത് കോട്ടയം ജില്ലയിലെ ഒരു മൂല പോലും കാണത്തില്ല where we did not preach Jesus. But this is heart of AVG Motors. ഇന്ന് കാണുന്ന മാരുതി വിൽക്കുന്ന AVG മോട്ടോഴ്സിൻ്റെ പഴയ സ്ഥലത്ത് പമ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഓരോ ഫോട്ടോസ് ഞാൻ പല ഇത് അവസാനിപ്പിക്കുന്നത് ഒരു കോളനിയിലാണ്. കോളനിയിൽ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതേ ഉള്ളൂ. പക്ഷേ ഇത് ലൈവ് ആക്ഷനാണ്. ഇതിനകത്തുനിന്ന് എക്സൽ കൊച്ചുമോൻ അത് മരിച്ചുപോയി. ബാക്കി ഉള്ളവർ എല്ലാവരും തണ്ട് ഈ ഐവാൻ നിൽപ്പുണ്ട്. ഐവാൻ ബ്രദറിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ പോയപ്പം ഞാൻ പുറകെ ഐവാൻ ബ്രദർ പോഡ്കാസ്റ്റിനകത്ത്. അതെ, ഐവാൻ ബ്രദറിനെ നേടിയ കൊണ്ടാണ് ജേക്ക് ബ്രദർ വരുന്നത്. ജേക്കിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് അമ്മോൻ ബ്രദറിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന തോമസ് കുട്ടി ബ്രദർ, അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന വിനോദ്, പിന്നെ കൊച്ചു പിള്ളേർ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ. നമ്മളെല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം പീക്കിരി. ഈ മോൻ്റെ പേര് ജീസൻ എന്നല്ലേ രഞ്ജു, കീബോർഡ് വായിക്കുന്ന ജീസൻ. അങ്ങനെ ഇതൊരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫുഡിങ് സെഷൻസ്, അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ സെഷൻസ്. ഇത് ബേബിച്ചായന് ഈ കോളനിയിൽ ചെന്ന് കഴിഞ്ഞ് എല്ലാവരോടും പിന്നെ തട്ടുകടയില്ല, പൊരിച്ച കോഴീൻ്റെ. അപ്പോൾ ഇത് തട്ടുകടയാണ്, ഇത് റോയ് ബ്രദറാണ്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇത് അവസാനിപ്പിക്കുന്ന ഏതെങ്കിലും തട്ടുകടയിലായിരിക്കും. കുറേ ആൽബത്തിനകത്ത് ഈ ഒരു ട്രക്ക് വളരെ ഇതെല്ലാം തട്ടുകടയാണല്ലോ. ഇത് ഗ്ലാഡ്സൺ ബ്രദർ, ജീസന്, എക്സൽ കൊച്ചുമോൻ ബ്രദർ, ഇതെല്ലാവരും തട്ടുകടയിൽ. അമ്മോന്, റോയ് ബ്രദർ, ഇതെല്ലാം തട്ടുകടയിൽ അവസാനിപ്പിക്കുന്ന കാര്യം. ആ സമയത്ത് ഹോട്ടലിൽ ഇത് കൊച്ചുമോന്, ഇത് അമ്മോൻ്റെ ഗിറ്റാർ സ്ട്രാപ്പ് ഉണ്ട്. ഒരു ഇതുണ്ട്, ഇത് കയറ ആണല്ലേ. അമ്മോനേ ഉള്ളൂ ഗിറ്റാർ വായിക്കാൻ. ഇതെല്ലാം പരസ്യയോഗങ്ങളാണ്. We filled Kottayam. Wow, with the word of God. We filled Kottayam. Wow, ഇത് കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ thousands of photos. I am just taking just a few here. Wow, these are all precious. This is history. History of a revival. Amen. Absolutely. And this is historic for two reasons. Number one, this started by a person in the same city. മനസ്സിലായോ? പലരും ഇന്ന് കോട്ടയത്തെ ചർച്ചസ് നോക്ക്, ഒറ്റ ചർച്ച് കോട്ടയംകാരുടെ ഇല്ല. അപ്പം ദ ടഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റിക് ഗ്രൗണ്ട് ഇസ് വെയർ യു ആർ ലിവിങ്. പീപ്പിൾ നോ യു. അപ്പം ഉടായിപ്പാണ്, പുതിയ അടവാണ്. അവിടെ കാരപ്പുഴക്കാരൻ യേശുവിനോട് പറഞ്ഞില്ല, ഈ ജോസഫ് ഇവിടെ താമസിക്കുന്ന ചത്തച്ഛൻ്റെ മകൻ. ഏറ്റവും ടഫസ്റ്റ് ഫീൽഡിലാണ് ദൈവം ബ്രേക്ക് ത്രൂ തന്നു. പലരും എന്നോട് പറഞ്ഞു വടക്കേന്ത്യയിലൊക്കെ പോകാൻ. പക്ഷേ ദ ഹോളി സ്പിരിറ്റ് സെഡ് വാട്ട് വിൽ ഹാപ്പൻ നിൻ്റെ മൂക്കിൻ്റെ കീഴെ ഈ പട്ടണത്തിൽ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എന്താ, ക്രിസ്ത്യൻ സ്റ്റേറ്റ്, ക്രിസ്ത്യൻ സിറ്റി, പക്ഷേ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധം. ദിസ് ആർ ഓൾ ദ ബിഗിനിങ്സ് ഓഫ് ഹെവൻലി ഫീസ്റ്റ്. ഒരു സ്റ്റേജ് ഇല്ല, ഒരു ബെൽറ്റ് വാങ്ങിക്കാൻ, ഗിറ്റാറിൻ്റെ ഒരു ബെൽറ്റ് വാങ്ങിക്കാൻ പൈസ ഇല്ല. അവസാനിപ്പിക്കുന്നത് തട്ടുകട.
തട്ടുകടയിൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് പിരിയും. പിറ്റേ ദിവസം ലോറിക്ക് ഓട്ടോ ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങ് വരും. അത് ഫുൾ ഡീസലാണ്, അതിനും പൈസ ചിലവാക്കും. ദാറ്റ് ഈസ് വണ്ടർഫുൾ. ഓ മൈ ഗുഡ്നസ്, എന്ത് ഫോട്ടോസ് ആയിരിക്കുന്നു. തുടങ്ങിയിട്ടേ ഉള്ളൂ.